കഴിഞ്ഞ 10 വർഷമായി രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിത പർവ്വങ്ങളൊക്കെ വീണ്ടും പെരുമഴയായി നമ്മുടെ മേൽ പെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തം. ഇപ്പോൾ മണിപ്പൂരെ കുറിച്ച് പല യോഗങ്ങളിലും ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഞാനും ചില യോഗങ്ങളിൽ സംസാരിച്ചു. എന്തുകൊണ്ടാണ് സംസാരിച്ചത് വെച്ചാൽ, മണിപ്പൂര് നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന് പകർന്നു നൽകുന്ന ചില പാഠങ്ങളുണ്ട്. പലരും എന്നോട് പറഞ്ഞു, ഈ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു 3000-3500 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമല്ലേ, അത് കേരളക്കാർക്ക് എന്തുകൊണ്ട് അതൊരു വിഷയമാകുന്നു? നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. മണിപ്പൂരിൽ പോയൊരു MP ആണ്. ഈ മണിപ്പൂരും കേരളവും തമ്മിൽ ഒട്ടേറെ സമാനതകളുണ്ട്, സാദൃശ്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആ സാദൃശ്യമാണ് മണിപ്പൂരിനെ കുറിച്ച് ചിന്തിക്കാൻ മലയാളിയെ പ്രേരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. കേരളത്തിൽ നമ്മൾ 3 മതവിഭാഗങ്ങൾ, ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾ. നമ്മുടെ ഇടയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാ? സംഘർഷമില്ലല്ലോ. നമ്മൾ സാഹോദര്യത്തോടെയല്ലേ കഴിയുന്നത്. നമുക്കിവിടെ വിഷു വരുമ്പോൾ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ മുസ്ലിം വീട്ടിൽ കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ടാ? ശരിക്കും കൊടുക്കുന്നുണ്ടാ? ഉണ്ട്. പെരുന്നാൾ വരുമ്പോൾ അവിടെ ചിലപ്പോൾ ബിരിയാണി നമ്മൾ മേടിക്കും, അല്ല അവർ കൊണ്ടെത്തി തരും. അല്ലെങ്കിൽ ചോദിക്കും, ഖദീജ ബിരിയാണി ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കും. ആ ചോദ്യത്തിൽ തന്നെയുള്ള ഉത്തരവുണ്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ കുറച്ച് ബിരിയാണി കിട്ടും. ഇല്ല താത്ത ബിരിയാണി കൊടുക്കാറില്ലേ? എത്ര പേർക്ക് കൊടുത്ത് കഴിഞ്ഞ് പെരുന്നാളിന്? 6 പേർക്ക്. കണ്ട, മാതൃകയാണ്. ഇത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് അടുത്ത പ്രാവശ്യം ഞാനും കൂടി വരുന്നതാണ് കേട്ടാ. സന്തോഷം. ഓക്കെ. ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ഭവനങ്ങളിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ആ കേക്ക് അപ്പുറത്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളം. അതുകൊണ്ടാണ് ഡോക്ടർ അമർത്യ സെന്നെ പോലുള്ള ആൾക്കാർ അടിവരയിട്ട് പറഞ്ഞത് കേരളം ലോകത്തിന് വിസ്മയമാണ്. 3.5 കോടി വരുന്ന ജനങ്ങൾ ഒരു മനസ്സോടെ ഒരു ശരീരത്തോടെ നിലകൊള്ളുന്ന ഒരു ഭൂമികയുണ്ടെങ്കിൽ അത് കേരളമാണെന്ന് പ്രശസ്തനായ ഡോക്ടർ അമർത്യ സെൻ അടിവരയിട്ട് പ്രതിപാദിച്ചതിന് കാരണവും ഇതാണ്. ഞാൻ മണിപ്പൂർ പോയി, മുമ്പ് പോയിട്ടുണ്ട് മാധ്യമപ്രവർത്തന നിലയ്ക്ക്. നമുക്ക് ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവർ എന്ന പോലെ അവിടെയും 3 വംശങ്ങളുണ്ട്. മേത്തി, കുക്കി, നാഗ. ഇവിടെ ആരെങ്കിലും മണിപ്പൂരിൽ പോയ ആൾക്കാരുണ്ടാ? പല പഴയ പട്ടാളക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ, ഇല്ലേ? ആരും ഇല്ലേ മണിപ്പൂരിൽ പോയ ആൾക്കാർ ഇവിടെ? മണിപ്പൂരുണ്ടായിരുന്നു. എന്തായിരുന്നു ട്രെയിനിങ്? വൈഫിന്റെ ജോലി. വൈഫ് അവിടെയാണ് ജോലി ചെയ്യുന്നത്. മണിപ്പൂർ കാണാൻ പോയി. നമ്മൾ ഈ നാട്ടുകാരൻ തന്നെയല്ലേ? എന്താ പേര്? ഷാനവാസ്. ഷാനവാസെ, നമ്മുടെ നാട് പോലെ തന്നെയാണ് അവിടെ. അവരെല്ലാം സഹോദരന്മാരായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് ജീവിച്ചതുപോലെ അവിടെയും അവർ ജീവിച്ചുകൊണ്ട്. അപ്പോഴാണ് അവിടെ BJP ഭരണത്തിലേക്ക് വരുന്നത്. BJP ഭരണത്തിലേക്ക് വരാനുള്ളൊരു കാരണമുണ്ട്. എന്താ കാരണം? കോൺഗ്രസ്സുകാരെല്ലാം BJPക്കാരായി. മനസ്സിലായ? ഇവിടെ നമ്മുടെ പത്മജയും അനിലാനെയൊക്കെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയ പോലെ അവിടുത്തെ മൂപ്പന്മാരെല്ലാം കോൺഗ്രസ് വിട്ട് കൂടും കുടുക്കെടുത്ത് BJPയിലേക്ക് പോയി. ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ BJPക്ക് സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണല്ലോ പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഏതാനും രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലത്തോടെ ഭരിച്ചപ്പോൾ ഈ കലാപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല.
ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അവരുടെ തനിനിറം പുറത്തേക്ക് വരും. അങ്ങനെ മണിപ്പൂരിലെ BJP-യുടെ ബീരൻ സിംഗ്, അയാളാണ് മുഖ്യമന്ത്രി. ഈ ബീരൻ സിംഗ് പഴയ കോൺഗ്രസ് നേതാവാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും നാളെ BJP പോയിട്ട് ബീരൻ സിംഗുമാരാകും, നോക്കിക്കോളൂ. തനിച്ച് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ BJP-യുടെ തനിനിറം പുറത്തേക്ക് വന്നു. മെയ്ത്തുകളെയും കുക്കികളെയും തമ്മിൽ അട്ടിപ്പിച്ചു, വംശീയ വിദ്വേഷം പ്രചരിപ്പിച്ചു, കുക്കികളെ അപകീർത്തിപ്പെടുത്തി. അങ്ങനെ കലാപം ആരംഭിച്ചു. 11 മാസമായിട്ട് മണിപ്പൂർ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മോനെ, നീ അത് ഒന്ന് കൈവിട്, എന്തെങ്കിലും ഒന്ന് ചെയ്തു. കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോയിട്ടുണ്ടോ? പോയതായി നിങ്ങൾ എവിടെയെങ്കിലും പത്രത്തിൽ വായിച്ചോ? വായിച്ചില്ല. 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂർ, തന്ത്രപ്രധാനമായ സംസ്ഥാനം, മ്യാൻമാർ എന്നുള്ള വിദേശ രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് ആഭ്യന്തര കലാപം 11 മാസമായി തുടരുമ്പോൾ ഒരു പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ തീവണ്ടി സ്റ്റേഷനിൽ വന്നിട്ട് തീവണ്ടിക്ക് പച്ചക്കൊടി വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സിനിമാ നടന്റെ മോളിലെ കല്യാണത്തിന് വന്നിട്ട് എന്തൊക്കെയോ. ഏത് സിനിമാ നടന്റെ ആയിരുന്നു? സുരേഷ് ഗോപി. മൂപ്പരോട് വലിയ താല്പര്യം ഉണ്ടോ? നമുക്ക് പഴയ സിനിമയെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇനിയൊന്നും അത് കാണാൻ നിൽക്കണ്ട കേട്ടോ. ഇതാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണിപ്പൂരിലെ എങ്ങനെയാണോ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പാതയിലേക്ക് നയിച്ചത്, അതേ വഴിത്താരയിലൂടെ കേരളത്തെ നയിക്കാൻ വേണ്ടി ഇവരിപ്പോൾ ഇങ്ങനെ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അന്തരീക്ഷത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഒടുങ്ങനെ BJP നേതാക്കന്മാർക്ക് ക്രിസ്ത്യാനികളോടൊരു സ്നേഹം. എന്താ ക്രിസ്ത്യാനികളുടെ സ്നേഹം മാത്രമല്ല, പ്രേമാതെ ക്രിസ്ത്യാനികളുടെ സ്നേഹം മാത്രമല്ല, ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ചെവിയിൽ എന്താ പറയണേ? നിങ്ങൾ മുസ്ലിങ്ങളെ സൂക്ഷിക്കണം കേട്ടാ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? സ്നേഹം കാണിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പെൺകുട്ടികളെ അപഹരിച്ചു കൊണ്ടുപോകുന്നു, നിങ്ങളുടെ ജീവിതം അപഹരിക്കുന്നു, നിങ്ങളുടെ കാര്യം പോക്കാണ്. ചെവിയിൽ ഇത് പറഞ്ഞു കൊടുത്തിരിക്കുക, വിഷം ഇറ്റിറ്റാലിട്ട് ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുക. ക്രിസ്മസ് വന്നു. ഞാൻ നോക്കുമ്പോൾ പ്രകാശ് ജാവ്ദേക്കർ ഡൽഹിയിൽ നിന്ന്, ഇവരുടെ ചുമതലക്കാരൻ, രാജ്യസഭയിൽ ഞങ്ങൾ അപ്പുറത്തും പുറത്തിരിക്കുന്ന ആൾക്കാരാണ്. മൂപ്പറൊരു കേക്കും പിടിച്ചിട്ട് അരമനയിലേക്ക് പോവുക. ഇവിടെ അരമനകളുടെ പടിച്ച വെട്ടി കേക്കുകൾ വിതരണം ചെയ്യുമ്പോൾ കേരളത്തിന് വെളിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ അടിച്ചു തകർക്കുകയാണ്. ഇപ്പൊ ഒരു വിദ്വാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കടന്നു നടക്കുന്നുണ്ട്. അതെന്നറിയാം, തെലുങ്കാനയുടെ മുഖ്യമന്ത്രി. എന്താ പേര്? തെലുങ്കാന മുഖ്യമന്ത്രിയുടെ പേരെന്താണ്? രേവന്ത് റെഡ്ഡി. ഇന്നലെ മറ്റേ എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് വിളിച്ചു പറഞ്ഞു, അവിടെ ആറ്റിങ്ങലിൽ നമ്മുടെ അടൂർ പ്രകാശിന്റെ പ്രചരണത്തിന് വേണ്ടി മൂപ്പറൊരു തുറന്ന ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തമിഴിലാണ് പാട്ട്. അതിന് എന്താണ്? മൂവർണ്ണ പതാക ഏന്തി മുന്നോട്ട് പോകുന്ന തെലുങ്കാനയുടെ സിംഹം. ഇത് തെലുങ്ക് എനിക്കറിയില്ല കേട്ടാ. ഇവിടെ തെലുങ്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവേ? എന്താ ആ പറയുന്ന കുട്ടി തെലുങ്ക് പഠിച്ചു കൊടുക്കുന്നില്ല? ഇല്ല. സാഹിബിന് തെലുങ്ക് അറിയാം. ഇവിടെ തെലുങ്ക് അറിയാവുന്ന ആരില്ലേ? അതിനോട് ഷാനവാസ് നീ അവിടെ പോയിട്ടില്ലേ? മണിപ്പൂരി മാത്രമേ പോയിട്ടില്ല, അത്ര തെലുങ്കാനെ പോയിട്ടില്ലേ? ഇല്ല. മൂവർണ്ണ പതാക ഏന്തി തെലുങ്കാനയുടെ സിംഹം. എന്നിട്ട് മൂപ്പർ ഇവിടെ മലയാളിക്ക് സാവകാശം കൊടുക്കുക, പിണറായിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. തെലുങ്കാനയിൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം തെലുങ്കാനയില് 2 മലയാളി വൈദികർ നടത്തുന്ന സെന്റ് തെരേസ സ്കൂള്, 15 വർഷമായി നടത്തുന്ന സ്കൂള് സംഘ് പരിവാർ കയറി അടിച്ച് തകർത്തു. എന്തായിരുന്നു കുറ്റം? ഒരൊറ്റ കാര്യം പറഞ്ഞു അച്ഛൻ,
മലയാളി അച്ഛൻ. ഞാൻ ആ അച്ഛനോട് സംസാരിച്ചു. ജെയ്മോൻ ജോസഫ്, ഫാദർ ജെയ്സൺ അയാളെ വിളിക്കുന്നു. ഇവിടെ കണ്ണൂരുകാരനാണ്. അയാൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. അയാളുടെ പ്രിൻസിപ്പൾ ഫാദർ ജോബി, കുട്ടികൾ യൂണിഫോം ഇട്ട് വരണം. അവരൊരു കാഷായ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അല്ല അത് വേണ്ട, യൂണിഫോം ഇട്ട് വരണം. അത് കഴിഞ്ഞ് ആ അച്ഛൻ പറഞ്ഞു, അഥവാ യൂണിഫോം ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെ ആരെങ്കിലും കത്ത് കൊണ്ടുവരണം, ഞങ്ങൾക്ക് യൂണിഫോം ഇടാൻ പറ്റില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ ഇവരല്ലേ കർണാടകയിൽ തലയിലൊരു തട്ട വിട്ടെന്ന് പറഞ്ഞിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെൺകുട്ടികളെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ആട്ടിപ്പായച്ചവരെ ഒരു തട്ട വിട്ടതിന്. അപ്പോൾ എന്ത് ചെയ്തു? അച്ഛന്മാർക്കെതിരെ വലിയ പ്രചരണം. RSSന്റെ കാബാലികര് സ്കൂൾ വളഞ്ഞ് അട്ടിച്ച് തകർത്തു. തെരേസമ്മയുടെ പ്രതിമ അട്ടിച്ച് തകർത്തു. ഇതൊന്നും പോരാ, അവര് ഈ ഫാദർ ജെയ്സിനെ കാവി പുതപ്പിച്ചു, നെറ്റിയിൽ തിലകം ചാർത്തി, ടെറസിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്തിട്ട് 1000-ഓളം പേരവിടെ കൂടിയിട്ട് ആ അച്ഛനെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിപ്പിച്ചു. നോക്കുക, ഒരു പാതിരി, ഒരു അച്ഛൻ, പള്ളിയിൽ അച്ഛനുണ്ടായ ഗതികേട്. ഇത് പോരാഞ്ഞിട്ടും ഈ രേവന്ത് അണ്ണൻ, അങ്ങനെയാണ് ഇവര് പറയുന്നത്, രേവന്ത് അണ്ണൻ, അയാളുടെ പോലീസ് ഈ രണ്ടച്ഛന്മാർക്കെതിരെയും ജാമ്യമില്ലാത്ത കേസെടുത്തു, കാബാലികരെ വിട്ടയച്ചു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന തെലങ്കാനയില് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ ഒരു ദൃശ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ കേരളത്തെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പ്രതിരോധിക്കാൻ, RSSനെ എതിർക്കാൻ ശേഷിയുള്ളത് ഇടതുപക്ഷം മാത്രമാണെന്ന് നമ്മൾ പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം നേർത്ത് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഈ രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞ ആളെനിക്ക് നന്നായിട്ട് അറിയാം. ആള് ലോകസഭയിലെ മെമ്പറായിരുന്നു. പലപ്പോഴും ഞങ്ങൾ കാണുമായിരുന്നു. RSSന്റെ നേതാവായിരുന്നു, ABVPയുടെ നേതാവായിരുന്നു. എനിക്ക് ബലമായ സംശയം ഇപ്പൊ RSSകാർ കോൺഗ്രസിലേക്ക് ഡെപ്യൂട്ടേഷൻ ലൈറ്റ്സ് ആവാൻ സംശയം. തിരിച്ചു മറിച്ച് ഡെപ്യൂട്ടേഷൻ ആയിട്ട് എത്ര കോൺഗ്രസ്സുകാരാണ് ഇപ്പം BJP ചേർന്നിരിക്കുന്നത്? 12 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ. ശരിയല്ലേ? 12 പേര്. ഈ പ്രേംനാഥിനെടുത്ത കണക്കൊക്കെ ഉണ്ട്. പ്രേംനാഥ് ഞാൻ പോയ ശേഷം കണക്കൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം കേട്ടാ. ഓരോ ദിവസവും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. തലേ ദിവസം ടെലിവിഷനിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് വീറോടെ വാദിച്ചിരിക്കുന്ന ആള് പിറ്റേ ദിവസം BJP ആഫീസിലാണ്. ഇവരെ നമ്പിയിട്ട് നമുക്ക് ഇവിടെ മതനിരപേക്ഷത നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇടതുപക്ഷം വിജയിച്ചാൽ മാത്രമേ ഇന്ത്യ സുരക്ഷിതമാകൂ. നമ്മുടെ മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ. എന്താണ് നമ്മുടെ ഇന്ത്യ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇന്ത്യ, മതസൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ ഇന്ത്യ. അതാണ് നമ്മുടെ ഇന്ത്യ. അല്ലാതെ RSSന്റെ ഇന്ത്യ അല്ല. RSSന്റെ ഇന്ത്യ എന്ന് പറയുന്നത് മതരാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഉണ്ടാക്കിയ സമയത്ത് എന്താ നമ്മൾ പറഞ്ഞെന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു മതരാഷ്ട്രം വേണ്ട. അതല്ലേ ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്? ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഏത് വിശ്വാസിക്കും തുല്യ അവകാശത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിരിക്കും, ഒരു ആധുനിക രാഷ്ട്രമായിട്ടായിരിക്കും നമ്മുടെ രാജ്യം മുന്നേറാൻ പോകുന്നു. അംബേദ്കർ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഈ മഹാത്മാഗാന്ധി കൽക്കട്ട തെരുവിലൂടെ അലയുകയായിരുന്നു. എന്തിനാ അലഞ്ഞത്? വർഗീയ കലാപങ്ങൾ നേരിടാൻ വേണ്ടി. ഉറക്കമൊഴിച്ച് അദ്ദേഹം കൽക്കട്ട തെരുവോരങ്ങളിലൂടെ നടന്നു പറഞ്ഞു, മുസ്ലിങ്ങളും ഹിന്ദുക്കളും
എല്ലാ വിശ്വാസികളും ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കേണ്ട ഒരു നാടാണിത്. ഒരു കാപാലികനെ അഴിഞ്ഞാടാൻ അനുവദിക്കാൻ പാടില്ല. ആ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിന് നേർക്ക് RSSകാർ നിറയൊഴിച്ചു. ഇപ്പൊ RSS അല്ലാന്നാ പറയുന്നത്. ഇവർക്ക് ഒരുപാട് സംഘടനയുണ്ട്. ആരാതൊന്നും പിടികിട്ടില്ല. ഹനുമാൻ സേന, മറ്റേ സേന, ഭദ്ര, എന്തൊക്കെ സേനകളാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ലേ മഹാത്മാഗാന്ധിയെ കൊന്നത്? ഹേ റാം എന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ. ഞങ്ങളുടെ രാമൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, അനുതാപത്തിന്റെ, മഹാത്മാഗാന്ധിയുടെ രാമനാണ് ഞങ്ങളുടെ രാമൻ. നിങ്ങൾക്കൊരു രാമനുണ്ട്. ആ രാമൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് നേർക്ക് വെടിയുർത്തിയ നാദൂരാമനാണ്. നാദൂരാമാണ് നിങ്ങളുടെ രാമൻ. ഞങ്ങളുടെ രാമൻ മഹാത്മാഗാന്ധിയുടെ രാമനാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. എടുത്ത് നോക്കിക്കോളൂ നിങ്ങൾ. അമ്പലവും പള്ളിയും മോസ്കും എല്ലാം എവിടെ പോയാലും എന്തെങ്കിലും തർക്കമുണ്ടോ? ഉണ്ടാ? ഒരു തർക്കവും. ഇവര് പക്ഷേ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉത്തരേന്ത്യയിലെ ഓരോ ആരാധനാലയങ്ങളും കുഴിച്ചോണ്ടിരിക്കുക. കുഴിക്കല് തന്നെ. എന്തിനാ കുഴിക്കണത്? കുഴിക്കേണ്ടത് ആരാധനാലയങ്ങളല്ല, മനുഷ്യന്റെ നെഞ്ചാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ നെഞ്ചിലാണ് ഇവർ കുഴിയുണ്ടാക്കുന്നത്. അവിടെ വെറുപ്പും വിദ്വേഷവും സൃഷ്ടിച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ചാൽ മാത്രമേ ഭരണത്തിലേറാൻ കഴിയുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് ഇവർ ഈ കുഴിക്ക് നടത്തിക്കൊണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മോഡി ഇവിടെ കേരളത്തിൽ വന്നിട്ട് വലിയ പ്രസംഗം. എന്താ പറഞ്ഞത്? മോഡിയുടെ ഗ്യാരണ്ടി. പുള്ളി മലയാളമൊക്കെ പഠിച്ചിരിക്കുന്നു കേട്ടോ. ഇപ്പൊ മലയാളത്തിലാണ്. ഷാനവാസെ, നീ മണിപ്പൂരി ഭാഷ പഠിച്ച പോലെ മോഡി ഇപ്പോൾ മണിപ്പൂരി ഭാഷ പഠിച്ചിട്ടുണ്ട്. പഠിക്കാൻ ശ്രമിച്ചോ ഷാനവാസന്? ഏതൊക്കെ ഭാഷ അറിയുന്നുണ്ട്? ഇംഗ്ലീഷ്, മലയാളം, ജർമ്മൻ. എന്താ ആള് മോശക്കാരനോട് ഷാനവാസൻ? ജർമ്മൻ പഠിച്ചിട്ടില്ല. ഹിന്ദി പഠിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ ഹിന്ദി അറിയാവുന്ന മോഡി ഇപ്പോൾ വന്നിട്ടിപ്പോ മോദിയുടെ ഗ്യാരണ്ടി നമ്മുടെ അബൂബക്കറിന്റെ ഇരിപ്പുണ്ട്. വളരെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ. അബൂബക്കറിന്റെ ഒരു പുസ്തകം ദേശാഭിമാനിയുടെ ചരിത്രം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തിരുന്നു കോഴിക്കോട്. അബൂബക്കർ സൂചിപ്പിച്ചു, എന്ത് ഗ്യാരണ്ടിയാണ് ഇയാൾ? പ്രതിപക്ഷം 2 കോടി ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലേറിയ മോഡിയുടെ കീഴിലല്ലേ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ രൂക്ഷമായത്? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാമെന്ന് വാഗ്ദാനം നൽകി വന്ന ശേഷം കർഷകരുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നയാളാണ് മോഡി. ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? ഇതാണോ മോഡിയുടെ ഗ്യാരണ്ടി? പെട്രോളിന് 50 രൂപ ആക്കും. ആരാ പറഞ്ഞത്? മോഡി. ഗ്യാരണ്ടി. ഇപ്പൊ എത്ര പെട്രോളിന്റെ വില ഷാനവാസേ? 110 രൂപ. 50 രൂപയ്ക്ക് 100 പെട്രോൾ. ഗ്യാസിന്റെ വില എത്ര? ഇപ്പം ഗ്യാസിന്റെ വില എത്ര ചേച്ചി? ഭർത്താവ് പൈസ കൊടുക്കുന്നത് നമുക്ക് അറിയുണ്ടാവില്ല. അല്ല, ആളാണ്. എത്രയാണ് ഒരു സിലിണ്ടറിന്? കേട്ടിക്കുന്നില്ല, ഉറക്കപ്പറ. 1100. അപ്പൊ ഞാൻ ഒരു BJP-കാരോട് ചോദിച്ചു. അപ്പൊ അയാള് പറഞ്ഞു, ഞങ്ങൾ അതിനെ മോശപ്പെട്ട ആൾക്കാരല്ലോ, 300 രൂപയ്ക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ 1100 രൂപയ്ക്കായിട്ടില്ലേ. എന്ന് വെച്ചാൽ 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗ്യാസ് തന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഞങ്ങൾ 1100 രൂപയുടെ ഗ്യാസിൽ ഞാൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ന്യായം പറയാം. ഈ വ്യാജ ഗ്യാരണ്ടികൾ വിളമ്പി ജനങ്ങളെ കബളിപ്പിക്കാനാണ് മോഡി ശ്രമിക്കുന്നത്. ഇപ്പൊ ഇവിടെ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് വലിയ ചർച്ചയാണ്. കേരളത്തിലും വലിയ ചർച്ചയാണ്. മുഖ്യമന്ത്രി പൗരത്വ ഭേദഗതി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ചില ആൾക്കാർക്ക്, നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർക്കും ഒരു സംശയം. എന്നോട് പലരും ചോദിച്ചു, അല്ല വിട്ടാ സാറേ, ഈ CA എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. CA ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു, CA എന്ന് പറഞ്ഞ ട്രെയിലറാ.
സിനിമ വരാനിരിക്കുന്നുള്ള അതിന്റെ പുറകിൽ വേറെ സാധനമുണ്ട്. ദേശീയ പൗരത്വ രജിസ്റ്റർ. ദേശീയ പൗരത്വ രജിസ്റ്റർ ഇന്ത്യയിലുടനീളം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് BJP ആണ്. 2019 അവരുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരുന്നതാണ് CA നടപ്പിലാക്കും, NRC നടപ്പിലാക്കും. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുണ്ട്. ഏതാണെന്നറിയാം? അസ്സാം. ഷാനവാസ് അവിടെ പോയിട്ടുണ്ടോ? ഷാനവാസ് അവിടെ പോയിരിക്കുന്നു. ഈ ഷാനവാസ് ആള് ക്യാമറ ആസാമിലും നടപ്പിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? അറിയോ ആർക്കെങ്കിലും? ഇവിടെയുള്ള മാപ്രകളൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരില്ലത്. മാപ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമപ്രവർത്തകരെ അവമാനിക്കാൻ പറഞ്ഞല്ല. നിങ്ങളിങ്ങനെ അവരെ ഓമനപ്പേരിൽ വിളിക്കുന്ന കാര്യം പറയാൻ പറ്റില്ല. 19 ലക്ഷം ആൾക്കാർ പൗരന്മാരല്ലാതായി മാറി ഒരു സംസ്ഥാനത്ത് മാത്രം. ആ 19 ലക്ഷം പേരിൽ 14 ലക്ഷത്തിലേറെ ആൾക്കാർ ഹിന്ദുക്കൾ, 4 ലക്ഷത്തോളം മുസ്ലിം. അവർ പൗരന്മാരല്ല. ഇനിയിപ്പോ അവർക്കെന്താ മുമ്പിലുള്ള പോംവഴി? മുമ്പിലുള്ളൊരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ CA പ്രകാരം, പുതിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം ഫോറമെല്ലാം പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പോയി സാഷ്ടാംഗ പ്രണാമം നടത്തി പൗരന്മാരാകാൻ പറ്റുമെന്ന് നോക്കുക. പക്ഷെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യും? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മതവിഭാഗത്തെ, വിശ്വാസികളെ അതിൽ നിന്ന് മാറ്റി നിർത്തി. കേരളത്തില് നമ്മൾ പറയാണ്, ഈ ചായക്കടയിൽ മുസ്ലിങ്ങൾ വരണ്ട, അല്ല ഹിന്ദുക്കൾ വരണ്ട എന്ന് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇതല്ലേ മണിപ്പൂർ നടന്നത്? ഇംഫാൽ താഴ്വരയില് ഞാൻ പോയപ്പോൾ ഒരൊറ്റ കുക്കികളില്ല. അട്ടിപ്പായിച്ചു. പരസ്പരം ആയുധമേന്തി വേട്ടയാടി. രാത്രിയുടെ അന്ത്യാമങ്ങളിൽ വീടുകൾ റെയ്ഡ് ചെയ്ത് പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോയി. അവരെ നഗ്നരാക്കി റെയ്ഡ് ചെയ്ത് അവരുടെ ചിത്രങ്ങൾ വീഡിയോയിൽ ചിത്രീകരിച്ചു. അവരെ ബലാത്സംഗത്തിലില്ല. ആരാണ് സുരക്ഷിതർ? അവിടെ ആര് ജയിച്ചു? ജനം തോറ്റു. BJP ജയിച്ചു. എന്താ കാരണം? ഈ വർഗീയ വിദ്വേഷത്തിന്റെ മതിൽ ഉയർന്നപ്പോൾ ആ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൊണ്ട് ഇനി ജയിക്കാം എന്നവർ ആഗ്രഹിക്കുന്നു. 60,000-ഓളം പേർ ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിൽ. 10,000-കണക്കിന് ജനങ്ങൾ മണിപ്പൂരിൽ നിന്ന് പലായനം ചെയ്തു, ഒളിച്ചു. ഞാനവിടെ പോയി അഭയാർത്ഥി ക്യാമ്പിലേക്ക് നോക്കി. ഈ തകര ഷീറ്റ് അടിച്ചിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ. കുഞ്ഞുങ്ങള്, കൈക്കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എത്രയോ സ്ത്രീകൾ ഈ ക്യാമ്പുകളിൽ കിടന്ന് പ്രസവിച്ചു. പല കുഞ്ഞുങ്ങളും മരിച്ചുപോയി. അവരൊക്കെ ഞങ്ങൾ എത്തിയപ്പോൾ കരയുകയായിരുന്നു. ഈ ഒരു നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണം. ഇതല്ലേ നമ്മൾ കേരളത്തിൽ അവർ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഇനി പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കിയ അസംബ്ലിയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്ന് സങ്കല്പിക്കുക. പൗരന്മാരാകാൻ കഴിയാത്തവരെ തടങ്കൽ പാളയത്തിൽ കൊണ്ടേ അടയ്ക്കും. അവിടെ ഹിന്ദു മുസ്ലിം ഒന്നുള്ള കണക്കൊന്നുമില്ല. നമ്മൾ ചിന്തിച്ചോളൂ, എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ ഇവിടെ എത്ര ആൾക്കാരില്ലേ? ഒരു റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടി നമ്മൾ എത്ര പാടുപെട്ടിട്ടുണ്ട്. ശരിയല്ലേ ഞാൻ പറയണത്? എന്താ കാരണം? ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക. പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവിടുന്ന് ചേച്ചി തലയാട്ടിട്ടുണ്ട്. ചേച്ചി പാസ്പോർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടി. എന്താ കാരണം? ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ പേര് തെറ്റായിട്ടായിരിക്കും അടിക്കുക. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഉടനെ അത് തെറ്റി. പക്ഷെ ഇവിടെ എന്താ സ്ഥിതി? കേരളത്തിൽ നമ്മുടെ പൊതുപ്രവർത്തകരുണ്ട്, അവരിടപെടും. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടും, MLA ഇടപെടും, MP ഇടപെടും. ഇയാൾക്ക് പാസ്പോർട്ട് കൊടുക്കണം, എനിക്കറിയാവുന്ന ആളാണെന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ കുറച്ചു കാലം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് നമ്മൾ പാസ്പോർട്ട് മേടിക്കും. ഈ പാസ്പോർട്ട് മേടിച്ച് ഷാനവാസിനെ പോലുള്ള ആൾക്കാർ ദുബായി പോകും, ജോലി ചെയ്യും, കുറച്ച് ദിറം ഉണ്ടാക്കും, ബോട്ടിലേക്ക് അയക്കും. ഇതിനോട് ഷാനവാസ് അങ്ങനെയാണ്. പക്ഷെ ഇനി കേരള ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു റോളുമില്ല.
കേന്ദ്ര സർക്കാരിന്റെ ഏതാനും ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കും ആർക്ക് പൗരത്വം കൊടുക്കണം വേണ്ട എന്ന്. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ RSSന്റെ ചില സംഘടനകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് തീരുമാനിക്കാൻ വേണ്ടി ആർക്ക് കൊടുക്കണം കൊടുക്കണ്ട. ഇനി പൗരന്മാരല്ലാതാകുന്ന ആൾക്കാരുടെ സ്ഥിതി എന്താണ്? അവരെ തടങ്കൽ പാളയത്തിൽ അടയ്ക്കും. തടങ്കൽ പാളയത്തിൽ അസാമിൽ തന്നെ 3 തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുക. ഒരു തടങ്കൽ പാളയം ഉണ്ടാക്കി വിദ്വാൻ ആരാന്നറിയാം? അത് ഞാൻ പറഞ്ഞുതരാം. മുല്ലപ്പള്ളി രാമൻ. നമ്മുടെ ചേട്ടൻ ഇങ്ങനെ കാര്യമായി വെക്കുക. ചേട്ടൻ മൂസറെ, ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആഭ്യന്തര സഹമന്ത്രി ആയിരിക്കുമ്പോൾ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി വലിയ സന്തോഷത്തോടെ പറഞ്ഞു, എന്റെ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്ന് അസമിൽ ഞാൻ തടങ്കൽപ്പാളയം ഉണ്ടാക്കിയത്. ഓലക്കയുടെ മൂട്. അയാളിപ്പം വരുമ്പോ ചോദിക്കണം, നിങ്ങളല്ലേ നമ്മുടെ പൗരന്മാരെ തടങ്കൽപ്പാളയത്തിൽ അടക്കാൻ വേണ്ടിയിട്ട് അസമിൽ പാളയം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞത് എന്ന് ചോദിക്കുക. ആരെങ്കിലും ചോദിക്കും. ചോദിച്ചതിന്റെ വീഡിയോ ഒന്നും എനിക്ക് അയച്ചു തരാം കേട്ടാ. നോട് പറഞ്ഞാൽ മാത്രം പോരാ. അല്ലോട് ഷാനവാസേ, അല്ല നിങ്ങൾ പോയി ചോദിക്കണം. അയാളെ വീട് അടുത്ത ചോമ്പാലയൊക്കെ അല്ലേ? ആരാ പോയി ചോദിക്കാൻ പോകുന്നത്? പുറത്തിറങ്ങണില്ല. പുറത്തിറങ്ങി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് ഹലോ മിസ്റ്റർ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോന്ന് ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ ഈ സൂത്രമല്ലേ ഉള്ളത്? ഇന്നത്തെ കാലത്ത് ഇല്ലാതെ ആരെങ്കിലും പോലുണ്ട് അപ്പുറത്ത്? ഇത് തന്നെയല്ലേ നാസി ജർമ്മനി നടന്നത്? നാസി ജർമ്മനി ഇതല്ലേ നടന്നത്? ജൂതന്മാരെ ആദ്യം തടങ്കൽ പാളയത്തിലേക്ക് മാറ്റി. ആ തടങ്കൽ പാളയമല്ലേ പിന്നീട് ഗ്യാസ് ചേംബറുകളായത്? സ്റ്റാലിന്റെ ചെമ്പട പോളണ്ടിലൂടെ പ്രവേശിക്കുമ്പോഴല്ലേ ലോകം ഞെട്ടിത്തരിച്ചത്? 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയതാണ് ഗ്യാസ് ചേംബറിലിട്ട് എന്നുള്ളത്. ആ നഗ്നസത്യം പുറത്തേക്ക് വന്നത് അതുവരെ ലോകം അറിഞ്ഞിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ എന്നെ ഒരു പ്രഭാഷണം നടത്താൻ വിളിച്ചപ്പോൾ അവിടുത്തെ വൈസ് ചാൻസലർ ഒരു തിട്ടൂര് പറഞ്ഞു, ജോൺ ബ്രിട്ടാസ് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല. ഏത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പ്രവേശിക്കാൻ പാടില്ല. ഞാൻ പ്രവേശിച്ചു, അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആൾക്കാർ ഇരിക്കേണ്ട കസേരയിലാണ് ഇപ്പോൾ ഉള്ള ചില വിദ്വാന്മാർ ഇരിക്കുന്നത്. എന്താ കാരണം? കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെ പണ്ട് നമ്മൾ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം വന്നില്ല. ഇന്ന് ഈ നമ്മുടെ സർവകലാശാലകളിൽ നമ്മുടെ കോസ്ട്രാക്കുള്ളി നമ്മുടെ ഗവർണറിന്റെ ചില നോമിനികളായിട്ട് പല ആൾക്കാരും കയറിയിരിക്കുന്നു. ഓരോ കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാമായി. നമ്മൾ മലയാളികൾ പാടുപെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മുടെ നിയമസഭ പാസാക്കിയ നിയമം കൊണ്ട് സ്ഥാപിച്ച സർവകലാശാലകളിൽ എവിടുന്നോ നൂലിക്കെട്ടി ഇറക്കിയ ഒരു ഗവർണറെ ഇഷ്ട ബോധ്യത്തോടെ സ്വന്തം ആൾക്കാരെ തിരികെ കയറ്റി നമ്മുടെ സർവകലാശാലകളെ റാഞ്ചിക്കൊണ്ടിരിക്കുക. ഇതല്ലേ നടക്കണം. എന്നിട്ട് കുറെ പത്രപ്രവർത്തകര് ഈ പറയുന്ന ഇതൊന്നും അറിയാതെ ഗവർണറെ സ്തുതി എഴുതിക്കൊണ്ടിരിക്കുക. ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തടങ്കൽപ്പാളയത്തിൽ അകപ്പെടുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ എന്താവും നിങ്ങൾക്കറിയും. ഇവിടെ ഒരു ലീഗിന്റെ നേതാവ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഈ അബൂബക്കറിന്റെ അടുത്ത സുഹൃത്താണ്, ലീഗിന്റെ പഴയ MLA KNA ഖാദർ കടണ്ട. മൂപ്പറെന്താ പറഞ്ഞത്? ഇതൊക്കെ നിയമം വന്നുപോകും, അതുകൊണ്ട് ഈ പൗരത്വ രജിസ്റ്ററിലേക്കുള്ള ആപ്ലിക്കേഷൻ പൂരിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാം. എന്താ ചെയ്യുക? നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്, ഒരു കാരണവശാലും ഈ പൗരത്വ ഭേദഗതി നിയമം കേരളം നടപ്പിലാക്കണം. അപ്പൊ എന്താ കോൺഗ്രസ്സുകാരെന്താ പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? ഇവരെന്താ മോഡിയുടെ വക്താക്കളാ? കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നവരെ നടപ്പിലാക്കാൻ പറ്റില്ല. കേരളം മാത്രമല്ല പറഞ്ഞത്, തമിഴ്നാട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എടുത്ത് പറഞ്ഞു, പൗരത്വ ഭേദഗതി നിയമമായിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. നമ്മുടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ദേശീയ പൗരത്വ നിയമത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഉണ്ടോ അധ്യക്ഷ? നോക്കിയ ഏതൊക്കെ പേജ് വായിച്ചു നോക്കി?
എല്ലാം വായിച്ചു നോക്കി, എവിടെയും പറയണില്ല. പേടിയാണ്. BJP-യെ അട്ടിയമ്മൂട്ടി ഭയമാണ്. ഇന്ത്യയുടെ ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പാർട്ടിയുടെ പതാക ഉയർത്താൻ പോലും പേടിയുള്ളവരായി നമ്മുടെ കോൺഗ്രസുകാർ അധപ്പതിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്ന സത്യാവസ്ഥ. സ്വന്തം പാർട്ടിയുടെ പതാക ഉയർത്താൻ പറ്റില്ല എന്ന് പറയുന്ന അർത്ഥം എന്താ? ഇതല്ലേ ഉത്തരേന്ത്യയിലെ പല ആൾക്കാർക്കും തങ്ങളുടെ പേര് പറയാൻ പറ്റില്ല. പേര് പറഞ്ഞാല് പിന്നോക്ക ജാതിയാണെങ്കിൽ മുന്നോക്ക ജാതിക്കാർ കത്തിച്ചു കളയും. പേര് പറഞ്ഞാൽ മുസ്ലിമിന്റെ ആണെങ്കിൽ RSSകാർ വന്നവരെ. ഒന്നും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെയല്ലേ ഇവർ ഈ രൂപത്തിൽ ചെയ്യുന്നത്. ഞാൻ മുസഫർ നഗറിൽ പോയി, ഉത്തർപ്രദേശിൽ. എന്തിനാ പോയത്? മുസഫർ നഗറിലെ ഒരു സ്കൂളിലെ ഒരു പിഞ്ചു ബാലനെ മുസ്ലിമാണെന്നുള്ള പേരിൽ, ഷാനവാസെ മുസ്ലിമാണെന്നുള്ള പേരിൽ തൃപ്തി ത്യാഗി എന്ന് പറയുന്ന ഒരു അധ്യാപിക ആ കുഞ്ഞിനെ മർദ്ദിച്ചു. അധ്യാപിക മർദ്ദിച്ചു മാത്രമല്ല, ആ ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും വരിവരിയായി നിന്ന് ഈ മുഹമ്മദന്റെ മകനെ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ മകനെ മാറി മാറി മർദ്ദിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്കുക. 6 or 7 വയസ്സുള്ള ഒരു കൊച്ചു പൈതല്, ആ കുഞ്ഞിന് സഹപാഠികൾ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് തന്റെ സുഹൃത്തിനെ മർദ്ദിച്ചത്. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്കല്ലേ ഈ വിഷം അവര് പകർന്നു നൽകിയത്. സുഭാഷിനെയും ഞാനും കൂടി ആ കുട്ടിയുടെ വീട്ടിൽ പോയി ബാപ്പയെ കണ്ടു. തകര ഷെഡിൽ പാവങ്ങള് കഴിഞ്ഞു കൂടുകയാണ്. പേടി മിണ്ടുന്നില്ല. ഞങ്ങൾ പോയി ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ പഠിത്തത്തിന്റെ ചെലവ് ഞങ്ങൾ എടുത്തോളാം. അവിടെയൊന്നും ഒരു MLA-യോ MP-യോ ഉണ്ടാക്കാമെന്നുള്ള മോഹം കൊണ്ടല്ല CPM-ന്റെ നേതാക്കന്മാരും ഞാനും അവിടെ പോയെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അവിടെ ഒറ്റ കോൺഗ്രസ്സുകാരൻ വന്നു. ഇവിടെ 18 MP-മാര് തെക്കും വടക്കും നടക്കണുണ്ടല്ലോ. ഇവിടെ UDF-ന്റെ കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ, പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്ന് നല്ല സാരിയൊക്കെ ചുറ്റി വന്നപ്പോൾ പല ആൾക്കാരും വോട്ട് മാറി ചെയ്തിട്ടില്ലേ? ഇല്ലേ? ചില ആൾക്കാർക്ക് മുഖം നോക്കുമ്പോൾ ചില സംശയങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്, അവിടെ ഒരുപാട് ആൾക്കാർ മുഖം താത്തുന്നുണ്ട്. ഞാൻ കാണുന്നെന്ന് വെച്ചിട്ട് ഒരാളെങ്കിലും മുസഫർ നഗറിലേക്ക് പോയോ? ഒരാളെങ്കിലും മണിപ്പൂർ നടക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞോ? ഒരാളെങ്കിലും ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന CAA പിൻവലിക്കണമെന്ന് ഇവർ പറഞ്ഞോ? സ്വന്തം പതാക ഉയർത്താൻ ശേഷിയില്ലാത്തവർക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ശേഷിയും ഇച്ഛാശക്തിയും ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇന്ന് സതീശൻ പറഞ്ഞിരിക്കുകയാണ്. സതീശന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, അല്ല നിങ്ങൾ സതീശനെതിരെ എന്തൊക്കെ പറഞ്ഞെന്ന് കേട്ടല്ലോ. ഞാനെന്ത് പറയാൻ വേണ്ടിയാണ്? അപ്പൊ സതീശൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പതാക ഉയർത്താത്തതിന് തന്ത്രമാണ്. എന്ത്? സ്വന്തം കൊടി ഒളിച്ചു വെക്കുന്നത് തന്ത്രമാണ്. ആരെ പറഞ്ഞിരിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് സതീശൻ. ഞാൻ പറഞ്ഞ വെറുതെ അല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന് സതീശന്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പതാക പുറത്ത് കാണിക്കാത്തത് തന്ത്രമാണ്. ഏത്? നമ്മുടെ ദൈനംദിന സാമൂഹ്യ രാഷ്ട്രീയ ക്രമത്തിൽ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ അടയാളം പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ അന്തസ്സല്ലേ. ഏതെങ്കിലും രാജ്യം വേറൊരു രാജ്യത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ കൊടിയെടുത്ത് മറച്ചു കൊടുക്കും. നമ്മൾ പതാക ഉയർത്തിക്കൊണ്ടല്ലേ നമ്മൾ ഈ രാജ്യത്തെ തന്നെ സ്മരിക്കുന്നത്. നമ്മുടെ തിരുവാർണ്ണ പതാക BJP-ക്കാർ കണ്ണുരുട്ടി കൊലിപ്പിച്ചപ്പോൾ സതീശൻ പതാക താഴ്ന്നു. സതീശൻ മാത്രമല്ല, നമ്മുടെ ലീഗുകാർ ഇപ്പോൾ പതാക വെക്കുന്നില്ല. പച്ചക്കൊടി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇവരുടെ പച്ചക്കൊടി ഉയർത്തണമെങ്കിൽ നമ്മുടെ INL-ലെ പച്ചക്കൊടി വേണം. INL-ലെ പച്ചക്കൊടി നമ്മുടെ നേതാക്കൾ ഉയർത്തി കാണിക്കുക. എന്നാ കാരണം ലീഗുകാർ കൊടിയായിട്ട് പോയി മാണത്തിൽ. കഴിഞ്ഞ ദിവസത്തെ കണ്ണൂരിൽ, എന്റെ നാട്ടിൽ
ഒരു പാവപ്പെട്ട ഒരുത്തൻ രാഹുൽ ഗാന്ധിയെ കാണാൻ ഉള്ള റാലിയിൽ പങ്കെടുത്തപ്പോൾ ഓൻ അറിയാതെ ഒരു പച്ചക്കൊടി വീശുക, അവന്റെ ചക്കക്കൊടി കൊടുത്താൽ മതി. ഷാനവാസൻ, നീ ചിരിക്കണ്ട, ഇത് സംഭവിച്ചത് എന്തൊരു രാഷ്ട്രീയമാണ്. കൊടി ഉയർത്താത്തത് തന്ത്രമാണെന്ന് പറഞ്ഞ സതീശ, എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. ബാബറി മസ്ജിദിന്റെ പൂട്ട് വർഗീയവാദികൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തതും തന്ത്രമായിരുന്നില്ലേ? അന്നും നിങ്ങൾ പറഞ്ഞ തന്ത്രമായിരുന്നില്ലേ? ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടിയ വർഗീയവാദികളെ പിന്തുണച്ചുകൊണ്ട് സരയൂ നദിക്കരയിൽ ഉണ്ടായിരുന്ന കേന്ദ്ര സേനയെ നിർജീവമാക്കി നിർത്തിയത് തന്ത്രമായിരുന്നില്ലേ? നിങ്ങളുടെ ഈ തന്ത്രമല്ല ഈ രാജ്യത്തെ തകർത്തത്. നിങ്ങളുടെ തന്ത്രമല്ലേ VP സിംഗിനെ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് താഴത്തിറക്കിയത്? നിങ്ങളുടെ തന്ത്രത്തിനല്ലേ ഞങ്ങൾ വില കൊടുക്കേണ്ടത്? CA നടപ്പിലാക്കുമെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തത് നിങ്ങളുടെ തന്ത്രമാണെന്ന് പറയുമ്പോൾ കോടാനുകോടി ജനങ്ങളുടെ സുരക്ഷിതത്വയാണത് പ്രതികൂലമായി ബാധിക്കുന്നത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം കോൺഗ്രസുകാർക്കുണ്ട്. അതില്ലാതെ പോകുന്നിടത്തല്ലേ നമ്മുടെ ദുരന്തം. ഇപ്പൊ പാർലമെന്റില് ഞാനവിടെ പറയുന്നതും ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താ കാരണം, ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലെല്ലാം ഈ കുന്ത്രാണ്ടം ഉള്ളതുകൊണ്ട് നമുക്ക് വരും. നിങ്ങളുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലേ? എന്താ മൂപ്പർക്ക് മാത്രം സ്മാർട്ട് ഫോൺ ഉണ്ട്. അത് നമുക്ക് എല്ലാവരും കൂടെ കളക്ഷൻ എടുത്തിട്ട് മൂപ്പർക്ക് കൊടുക്കണം. അപ്പുറത്ത് കണ്ട നല്ല ഫോൺ നിൽക്കുന്നുണ്ട്, സാംസങ്ങിന്റെ ഫോൺ. നമ്മുടെ കയ്യിലുള്ള കുന്ത്രാണ്ടത്തിലെല്ലാം കിട്ടുന്നുണ്ട്. ആരെന്ത് പറയുന്നു എന്നുള്ളത്. ഈ കോഴിക്കോടിന്റെ MP NK രാഘവൻ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ അമിത്ഷായുടെ നേരെയോ ഏതെങ്കിലും BJP എന്തിനേറെ മുരളീധരനോ നേരെ കയ്യുയർത്തിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇവിടെ കോഴിക്കോട് വികസനത്തിന്റെ ഒരു ചിറകിൽ പറക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റോഡ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ടാക്കണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി രേഖാമൂലം പലതവണ കത്തു. എവിടെയാണോ നമ്മുടെ MP NK രാഘവൻ? എവിടെയാണ്? ഓൻ വെളുക്ക ചിരിച്ചുകൊണ്ട് നടക്കലല്ലേ? പത്മജക്കെതിരെ ഒന്നും മിണ്ടുന്നില്ല. എന്താ കാരണം? നാളെ അപ്പുറത്തേക്ക് പോകാൻ ഒരാൾ വേണ്ടേ? ആദ്യം അയക്കുകയാണ് ചില ആൾക്കാരെ അങ്ങോട്ട്. ഇപ്പൊ കണ്ണൂരിൽ മത്സരിക്കുന്ന സുധാകരൻ, മൂപ്പറുടെ ഏറ്റവും അടുത്ത ആള് വലങ്കൈയായിട്ടുള്ള രഘുനാഥനെയാണ് BJPയിലേക്ക് വിട്ടേക്കുന്നത്. ഡെപ്യൂട്ടേഷൻ അയച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? അതന്നെ മൂപ്പർ വരുമ്പോഴേക്ക് കസേരയൊക്കെ റെഡിയാക്കി ഇടാൻ വേണ്ടിയിട്ട് രഘുനാഥിനെ നേരത്തെ അയച്ചു. ഞാൻ തമാശ പറഞ്ഞതല്ലേ. ഏതെങ്കിലും ഒരു UDFന്റെ MP കേരളത്തിന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തി കേട്ടിട്ടുണ്ടോ? കേട്ടു. എന്താണെന്നറിയാം? കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇവർ തർക്കിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും MP-മാരും MLA-മാരും ഡൽഹിയിൽ പോയി സമരം ചെയ്തപ്പോൾ ഇവർ മുഖം തിരിഞ്ഞു നിന്നു. പക്ഷെ കർണാടകക്കാർ എത്തുന്നു. നമ്മൾ ചെയ്തതുപോലെ തന്നെ കർണാടകക്കാർ ഒന്ന് സമരം ചെയ്തു, DMK-ക്കാർ സമരം ചെയ്തു. എന്തേ കേരളത്തിലെ കോൺഗ്രസ് ഇതുപോലെ അധപ്പതിച്ചു പോയത്? എന്നിട്ട് പറയാണ് BJPക്കെതിരെ നമ്മളൊന്നും വേണ്ടത്ര പറയുന്നില്ല. പിണറായി പറയുന്നില്ല മോഡിക്കെതിരെ. CPM ഇടതുപക്ഷം എന്നുള്ള ശക്തി ഉള്ളത് കൊണ്ട് മാത്രമല്ലേ കേരളത്തിൽ പെരുവരൽ കുത്താൻ BJPക്ക് ഇതുവരെ അവസരമുണ്ടാകാത്തത്? കോൺഗ്രസ് ഉള്ള ഏതെങ്കിലും സംസ്ഥാനത്തിൽ BJPയെ തടയാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ തന്നെ 1/3 BJPയുടെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? 28% സ്ഥാനാർത്ഥികളെ BJPക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ്സാണ്. അതല്ലേ CK പത്മനാഭൻ, നമ്മുടെ സ്നേഹിതൻ CKP പറഞ്ഞത്. ഇതെന്തു കഥയാണിത്? ഇനി BJP ഒന്ന് കോൺഗ്രസ് മുക്തമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ല, ഇനി ഞാൻ പറഞ്ഞാന്ന് വിചാരിച്ചിട്ട് CK പത്മനാഭൻ BJPയുടെ മുൻ പ്രസിഡന്റ് പരസ്യമായിട്ട് പറഞ്ഞത്. ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? കേരളം ഒഴിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒട്ടുമിക്കവാറുമല്ല എല്ലാ സംസ്ഥാനങ്ങളും വിഴുങ്ങിയത് BJP അല്ലേ? വിഴുങ്ങാൻ അവർക്ക് അവസരം കൊടുത്തത് കോൺഗ്രസ് അല്ലേ?
കോൺഗ്രസ് നേതാക്കന്മാരല്ലേ ഇപ്പോഴും അവിടെ BJP-യുടെ പതാക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BRS-ൽ നിന്ന് ഭരണം കോൺഗ്രസിലേക്ക് തെലങ്കാനയിൽ വഴിമാറിയപ്പോൾ 17 വർഷമായിട്ട് തെലങ്കാനയിൽ ജീവിക്കുന്ന ഒരു മലയാളി വൈദികനെ RSSന്റെ കാബാലികർ പരസ്യമായി മർദ്ദിച്ചതിന്റെ കാരണം എന്താണ്? ഈ സന്ധി ചെയ്യലല്ലേ? BJP-ക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല ആൾക്കാർ രസത്തിന് കോൺഗ്രസിനും BJP-ക്ക് വോട്ട് ചെയ്ത ആൾക്കാരാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ ഈ ഷർട്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമായില്ല, അതുകൊണ്ട് അപ്പുറത്ത് വോട്ട് ചെയ്യുക, അങ്ങനെ പറയുന്ന ആൾക്കാരും പറയുന്നുണ്ടാകും. രസത്തിന് ജവഹർലാൽ നെഹ്റു 2 പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ അഭിസംബോധന ചെയ്തപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കാറുണ്ട്. അതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം. നിങ്ങൾ ആർക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തോളൂ, പക്ഷെ വോട്ട് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണം, ഒന്നും മനനം ചെയ്യണം. നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ ഭാവിയെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചോ? ആലോചിക്കാതെ രസത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, കോഴിക്കോടിന്റെ പ്രതിനിധിയായിട്ട് എളമരം കരീമിനെ അയക്കുന്നില്ലെങ്കിൽ മുമ്പുണ്ടായ ദുരന്തം വീണ്ടും ആവർത്തിക്കുമെന്ന് നിങ്ങൾ ഒന്നും കൂടി ആലോചിച്ചോ. കേരളത്തിലൊരു പ്രത്യേകത, അല്ല ഇന്ത്യയിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, BJP പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് മാത്രം പോരാ. ഷാനവാസെ, വോട്ട് മാത്രം പോരാ. വോട്ട് കൊടുത്ത് അവരെ വിജയിപ്പിച്ചു കഴിയുമ്പോൾ അവർ തീരുമാനിക്കും നിങ്ങൾ എന്ത് ധരിക്കണമെന്ന്, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന്, നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കണമെന്ന്, നിങ്ങൾ എങ്ങനെ പെരുമാറണം, അവർ തീരുമാനിക്കും. ലോകത്ത് എവിടെയാ പ്രതിഭാസമില്ല. വോട്ട് ചെയ്താൽ വോട്ട് ചെയ്തു. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവർ തീരുമാനിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരും ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണേ, ഏത് മൂപ്പർ ചോദിക്കുക, മൂപ്പർ വെജിറ്റേറിയനാണ്. ഇവിടെ മീൻകറി ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുള്ള സ്ഥലമാണ് നമ്മുടെ നാട്. ഇവിടെ ആരെങ്കിലും വെജിറ്റേറിയൻ ആൾക്കാർ എത്ര പേരുണ്ട് ഇവിടെ നോക്കട്ടെ? വെജിറ്റേറിയൻസ് 1 2 അവിടെ വെജിറ്റേറിയൻ ഉണ്ടാ? ചേച്ചി വെജിറ്റേറിയൻ ആണോ? ഇന്ന് രാവിലെ കൂടി മീൻകറി കഴിച്ച ലക്ഷണം ഉണ്ടല്ലോ അങ്ങോട്ട്. 3 ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുക. 3 പേര് മാത്രം കഴിക്കുക. ഒരു വെജിറ്റേറിയൻ കഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നത് എന്തിനാണെന്ന് ഒരു പ്രധാനമന്ത്രി നമ്മളോട് ചോദിച്ചാൽ എന്താ പറയാ? പോയി പണി നോക്കുന്നത്. ഇത് ഞങ്ങളുടെ അവകാശം, ഭരണഘടന നൽകിയ അവകാശം. എന്ത് ഭക്ഷിക്കണം, എന്ത് ധരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവര് ഭരണത്തിൽ തുടർന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് പഠിക്കണമെന്ന് ഇവർ തീരുമാനിക്കും. അന്ന് 61 എംപിമാര് ഇടതുപക്ഷത്തുണ്ടായിരുന്നു. ഇടതുപക്ഷം എന്താ പറഞ്ഞത്? നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മന്ത്രിസ്ഥാനം കിട്ടുമായി, വേണ്ട. ഒരു കോൺഗ്രസ്സുകാരെ ഈ BJP എന്നുള്ള വിപത്തിനെ നമുക്ക് മാറ്റി നിർത്തണം. നിങ്ങൾ മന്ത്രിസഭ ഉണ്ടാക്കും, ഞങ്ങൾ പിന്തുണയ്ക്കാം. ഒറ്റ ഉപാധിയെ വെച്ചുള്ളൂ, ജനക്ഷേമത്തിന് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം. അങ്ങനെ പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി. 1ാം UPA ഗവൺമെന്റ് BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. ഇടതുപക്ഷം പറഞ്ഞു, പൊതു മിനിമം പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണം. നടപ്പിലാക്കി. ലോകത്തിലെ സാമൂഹ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്നും വിലമതിക്കുന്ന ഈടുറ്റ 5 നിയമനിർമ്മാണങ്ങൾ 1ാം UPA ഗവൺമെന്റ് ഇന്ത്യക്ക് സമ്മാനിച്ചു. 1 ദേശീയ തൊഴിൽദാന പദ്ധതി. അത് തൊഴിൽ കൊടുക്കൽ മാത്രമല്ല, അതൊരു പട്ടിണി നിർമ്മാർജ്ജന പദ്ധതി. ആൾക്കാർ പട്ടിണി കിടന്ന് ഭരിക്കാൻ പാടില്ല. വകയിരുത്തി കോടാനുകോടി രൂപ, 90,000 കോടി രൂപ ഇന്നുകൊണ്ട് അവരെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. 60,000 ആക്കി. മനുഷ്യ പട്ടിണി കിടന്ന് മരിക്കാത്തതിന്റെ കാരണം അതാണ്. ഈ കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ആൾക്കാർ പട്ടിണി കിടന്ന് മരിച്ചേ.
രണ്ട്, ഭരണാധികാരികൾ എന്താണ് ചെയ്യുന്നതെന്ന് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നിയമത്തിൽ എഴുതി വെച്ചു, വിവരാവകാശ നിയമം. മൂന്ന്, നമ്മുടെയൊക്കെ ഈ ഭൂമിയുടെ ആദ്യത്തെ ഉടമകളായ ഗോത്രവർഗക്കാർക്ക് അവരുടെ ഭൂമിയിൽ അവകാശം ഉണ്ടെന്ന് നമ്മൾ നിയമം പോലെ എഴുതി വെച്ചു. നാല്, 12ാം ക്ലാസ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമായി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണെന്ന് നമ്മുടെ നിയമം പോലെ എഴുതി വെച്ചു. 5, ഈ രാജ്യത്ത് ഒരാളും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല, അവന്റെ വിശപ്പടക്കാനുള്ള അകറ്റാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്നവരുണ്ട് എന്ന് ഭക്ഷ്യ സുരക്ഷാ നിയമത്തിലൂടെ നമ്മൾ എഴുതി വെച്ചു. 5 ഐതിഹാസികമായ നിയമങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രേരണയാൽ നിർമ്മിച്ചുകൊണ്ടാണ് എന്താണ് ഇടതുപക്ഷമെന്ന് ഈ രാജ്യത്തിന് കാട്ടിക്കൊടുത്തത്. ഈ കള്ളന്മാരെല്ലാം കൂടി കാട്ടുമുടിച്ച് ആ UPA ഗവൺമെന്റിനെ, 2ാം UPA ഗവൺമെന്റിനെ തകർത്തപ്പോഴും ഇന്നും UPA എന്ന് പറയുന്ന കോൺഗ്രസുകാർക്ക് ആകെ പറയാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഈ നിയമങ്ങളാണ്. ഒരു ഗ്യാസ് കണക്ഷൻ നമ്മൾ തിരിച്ചു മേടിച്ചോളൂ ഷാനവാസ, അവിടുന്ന് മേടിച്ചാ ഇല്ല. ഇവർക്കൊരു സീറ്റ് കിട്ടിയില്ല, അപ്പം BJPയിലേക്ക് ചാടുന്ന ഈ വിദ്വാന്മാർക്ക് ഇടതുപക്ഷം എന്താണെന്നുള്ളത് ഈ രാജ്യത്തിന് കാട്ടിക്കൊടുത്തതാണ്. ഉയരുമെന്നുള്ള പ്രതീക്ഷ പാർലമെന്റിൽ എന്റെ അടുത്ത സഭയിലെ അംഗമായി എളമരം കരീമിനെ നിങ്ങൾ പ്രതിഷ്ഠിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.